കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ഇന്ന് നമ്മൾ MA സൈക്കോളജിയുടെ MPC 004, അതായത് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, ഇഗ്നോ 2 പ്രാവശ്യം നമുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, ഒന്ന് ഡിസംബറിലും ഒന്ന് ജൂണിലും. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ജൂണിലെ എക്സാംസ് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ അതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, അതായത് സോഷ്യൽ സൈക്കോളജി എക്സാംസിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, അതിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതിന്റെ ഒക്കെ ഒരു ബേസിക് ഫ്രെയിം വർക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെന്റ് നമുക്ക് ചോദിച്ച ഏരിയാസ് ഡാറ്റ ഡ്രിവൻ അപ്രോച്ച് വഴി നമ്മൾ ഏറ്റവും കൂടുതൽ സിലബസ് ഫോക്കസ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറച്ചുകൂടി ഊന്നലും കൊണ്ട് കാണിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു സ്റ്റഡി പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സോഷ്യൽ സൈക്കോളജി, അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഈ ഒരു സബ്ജക്ട്, ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ടോപ്പിക്സ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻ ടൈപ്സ്, എക്സാം പാറ്റേൺസ്, അതുപോലെ തന്നെ എവിടെയാണ് ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്കോറിംഗ് പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആക്കാനും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഹൈ സ്കോർ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറഞ്ഞു തരും. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റഡി ടൈമും അതുപോലെ തന്നെ ഈ ഒരു സ്കോറിംഗ് പൊട്ടൻഷ്യലും കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് ഡിസ്കഷൻ വരുന്നത് കുറച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുവാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ് ചെയ്യുക. അതായത് നമ്മളുടെ ഇഗ്നോ സിലബസിനനുസരിച്ചിട്ടുള്ള ബ്ലോക്കുകളെ, ടോപ്പിക്കുകളെ ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് അതിൽ ഏതൊക്കെ ആണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് എക്സാംസിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം എക്സാം പാറ്റേൺസ് ആണ്, അതായത് ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റുകൾ, മാർക്ക് അലോക്കേഷൻസുകൾ, റീസെന്റ് നടന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ എക്സാം പാറ്റേണിൽ നോക്കുന്നത്. പിന്നെ ഉള്ളത് റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ ആണ്. അതായത് റീസെന്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെ സ്പോട്ട്ലൈറ്റ് ചെയ്യുകയും റീസെന്റ് കുറെ ക്വസ്റ്റ്യൻസ് ഏരിയാസ് ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു ചോദ്യങ്ങളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഏരിയാസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നതും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇനി വരാൻ പോകുന്ന, അതായത് നമ്മളുടെ ജൂൺ 2025 ഇഗ്നോ എക്സാംസിൽ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള നമ്മളുടെ ഈ ഒരു റീസെന്റ് പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ആ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറും മാർക്കിംഗ് സ്കീമും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മൾ ആപ്പ് ത്രൂ ആണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആപ്പിൽ പോയിട്ട് നോക്കാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു PYQ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 to 2024 വരെയുള്ള എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന, ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ PYQ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഓരോ ബ്ലോക്കിന്റെയും, നമുക്കറിയാം നമ്മുടെ അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയിൽ 4 ബ്ലോക്കുകളാണുള്ളത്. ആ ഒരു 4 ബ്ലോക്കിന്റെയും 2020-24 ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ഒരു വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവന്നിരിക്കുന്നത് ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ, അതായത് ബ്ലോക്ക് ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്ലോക്ക് 3യിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബ്ലോക്ക് 1 ആയാലും ബ്ലോക്ക് 4 ആയാലും അതിനൊരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അക്കോർഡിംഗ് ടു ദിസ് ചാർട്ട് നമുക്കൊരു ബ്ലോക്ക് 2ല് കുറച്ചും കൂടെ ഒരു റെലവൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ ഓരോ സിലബസ് മാപ്പിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസിന്റെ കാര്യങ്ങൾ, അതിന്റെ റിലവൻസും അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിൽ നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് എന്നുള്ള ഒരു യൂണിറ്റിന്റെ അകത്ത് നമ്മൾ ഡെഫിനിഷൻ, സ്കോപ്പ്, അപ്രോച്ചസും ഒക്കെ പഠിക്കുന്നുണ്ട്. അത് 11 പ്രാവശ്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നല്ല രീതിയിൽ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഹൈ റിലവൻസ് ആണ്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇത് എസ് എ ക്വസ്റ്റ്യൻസിലും നമ്മൾ കാണുന്നുണ്ട്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിബ്യൂഷൻ തിയറി, എറേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ഏരിയ ആണ്. നമ്മളുടെ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 2ലുള്ളതാണ്. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അത് 10 പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഹൈ റിലവൻസ് ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 1ൽ തന്നെ യൂണിറ്റ് 3ൽ മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട്. അതായത് റിസർച്ച് മെത്തേഡ്സ്, വാലിഡിറ്റി, എത്തിക്സ്, എത്നോഗ്രാഫി ഒക്കെ ചോദിക്കുന്ന ആ ഒരു സെഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൽ 8 പ്രാവശ്യമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ ഒരു റെക്കറന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മീഡിയം ടു ഹൈ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. പിന്നെ നമ്മൾ അതിന്റെ ബ്ലോക്ക് 1ൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ട്രെൻഡ്സ് ആൻഡ് എത്തിക്സ് എന്നുള്ള യൂണിറ്റിൽ ആപ്ലിക്കേഷൻ, കോഗ്നിറ്റീവ് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ആണ്. ഇത് 7 പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. ഇതും ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 2ലേക്ക് കടക്കുകയാണെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒന്നാമത്തെ ബ്ലോക്കിൽ കൺഫോമിറ്റി, കോംപ്ലിയൻസ്, ഒബീഡിയൻസ് എന്നുള്ളത് നമ്മളുടെ ഒന്നാമത്തെ ബ്ലോക്കിൽ ഡെഫിനിഷൻ, സ്കോപ്പ് പറഞ്ഞതുപോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതേപോലെ തന്നെ 11 പ്രാവശ്യം ചോദിച്ച ഒരു ടോപ്പിക്കുകളാണ് നമ്മളുടെ ഈ ഒരു രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ തന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ ഹെൽപ്പിംഗ്, ആൾട്രൂയിസം, തിയറീസ് ആൻഡ് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് 8 പ്രാവശ്യമാണ് ചോദിച്ചത്. ഒരു മീഡിയം റിലവൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ അട്രാക്ഷൻ, സിമിലാരിറ്റി, റെസിപ്രോസിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനും മീഡിയം റിലവൻസ് ആണ്. പിന്നെ അഗ്രഷൻ എന്നുള്ള ആ ഒരു നാലാമത്തെ യൂണിറ്റ്, രണ്ടാമത്തെ ബ്ലോക്കിൽ നാലാമത്തെ യൂണിറ്റിൽ അതിൽ അഗ്രഷൻ ടൈപ്സ്, അഗ്രഷന്റെ കോസസ്, അഗ്രഷൻ മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ, തിയറീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് 5 പ്രാവശ്യമാണ് ചോദിച്ചത്. ഒരു മീഡിയം റെലവൻസ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ബ്ലോക്ക് 3യിലോട്ടേക്ക് കടക്കുവാണെങ്കിൽ ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് എന്നുള്ള യൂണിറ്റിൽ നേച്ചർ, ഫോർമേഷൻ ആൻഡ് തിയറീസ്, സ്റ്റീരിയോടൈപ്സ് ഒക്കെ 13 പ്രാവശ്യം ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഹൈ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ. പിന്നുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ്, ചേഞ്ച് മെക്കാനിസം ആണ്. ബ്ലോക്ക് 3യിൽ തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്നുള്ള യൂണിറ്റിലുള്ളതാണ്. 7 പ്രാവശ്യമാണ് ചോദിച്ചത്. മീഡിയം റെലവൻസ് ആണ്. പിന്നെ നമ്മൾ ബ്ലോക്ക് 3യിൽ തന്നെ തേർഡ് യൂണിറ്റിൽ എടുത്തു നോക്കുവാണെങ്കിൽ പ്രെജുഡിയസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഏരിയ ആണ് വരുന്നത്. അവിടെ മാനിഫെസ്റ്റേഷൻ, റിഡക്ഷൻ ആൻഡ് മെത്തേഡ്സ് എന്നുള്ള ആ ഒരു ഏരിയയിൽ 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം ടു ഹൈ റെലവൻസ് ഏരിയ ആണ്. ഇനി ബ്ലോക്ക് 3യിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ സോഷ്യൽ കോൺഫ്ലിക്റ്റിന്റെ പറ്റിയിട്ടാണ്. അതായത് സോഷ്യൽ കോൺഫ്ലിക്റ്റിന്റെ ടൈപ്സ്, കോസസ്, റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതും 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4ൽ നിങ്ങൾക്ക് അറിയാം ഗ്രൂപ്പിനെ പറ്റിയിട്ടും ഗ്രൂപ്പിന്റെ ഡൈനാമിക്സിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു ബ്ലോക്കാണ് നമ്മുടെ ബ്ലോക്ക് 4. അപ്പൊ ആ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ ടൈപ്സ്, ഗ്രൂപ്പിലെ റൂൾസ്, അതുപോലെ ഫോർമേഷൻ, തിയറീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടോപ്പിക്കുകളും ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ്. 10 പ്രാവശ്യമാണ് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നാലാമത്തെ ബ്ലോക്കിൽ തന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ കമ്മ്യൂണിക്കേഷൻ, കൊഹിഷൻ, ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതും മീഡിയം റെലവൻസ് ആണ്. അതിൽ തന്നെ സോഷ്യൽ ഐഡന്റിറ്റി, ക്രൗഡ് ബിഹേവിയേഴ്സ്, ക്രൗഡ് സൈക്കോളജി, അതിന്റെ തിയറീസ് ഒക്കെ
മീഡിയം റെലവൻസ് ആണ് 9 പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് യൂണിറ്റിലോട്ടേക്ക് വരുവാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതും 9 പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയം റെലവൻസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി എടുത്ത് നോക്കുവാണെങ്കിൽ മീഡിയം, ഹൈ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സൈക്കോളജി, എസ്പെഷ്യലി അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ കാണിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ കാണാം 11 പ്രാവശ്യം, 12 പ്രാവശ്യം, 8, 9 എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഓരോ ടോപ്പിക്സുകളും ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹീപ്പ് മാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി കാണിക്കുന്ന ഒരു ഹീറ്റ് മാപ്പ് തന്നെയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു ബ്ലോക്കിൽ നല്ല രീതിയിലുള്ള റെഡ് കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബിക്കോസ് അത് ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് ആൻഡ് ഓൾസോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3 യൂണിറ്റ് 1 ബിക്കോസ് അവിടെ നിങ്ങൾക്ക് തന്നെ കാണാം അവിടെ അത്രയും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻറ്റ് റെലവൻസ് ആണ് അവിടെ ഉള്ളത്. 13 പ്രാവശ്യം ചോദിച്ച ടോപ്പിക്കുകളൊക്കെ ഉള്ളത് ബ്ലോക്ക് 3 ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഏത് യൂണിറ്റ് ആണ് നമ്മളുടെ ഓരോ ബ്ലോക്കിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഒരു ടോപ്പിക്സുകളിലേക്ക് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ടോപ്പിക്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിന് ജസ്റ്റ് ടോപ്പിക് വൈസ് ഉള്ള ഒരു അനാലിസിസ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 മോസ്റ്റ് ഫ്രീക്വന്റ്ലി ചോദിച്ച ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നമ്മളുടെ ഒരു കവറിംഗ് തിയറി, ഡെവലപ്മെന്റ്, കമ്പാരിസൺ ടു പ്രെജുഡിസ്, റിഫ്ലക്റ്റിംഗ് കോർ കോൺസെപ്റ്റ് ആൻഡ് വെയിറ്റ്, ആപ്ലിക്കേഷൻ ഇൻ എസ്സേ ആൻഡ് ഓൾസോ ഷോർട്ട് എസ്സേ സെക്ഷൻസിലും ഈ ഒരു ഏരിയാസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. കൺഫോമിറ്റി ആൻഡ് കോംപ്ലിയൻസ് ഒബീഡിയൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഒരു ഏരിയ ആണ്. ഇത് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു കറക്റ്റ് ഒരു പില്ലറായിട്ട് വേണമെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് അടുത്ത വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നേച്ചർ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആണ്. റെഗുലർലി ഇത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മളുടെ സോഷ്യൽ സൈക്കോളജിന്റെ തന്നെ ഒരു ബാക്ക് ബോൺ ആയിട്ട്, അല്ലെങ്കിൽ കാരണം അത്രയും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ആ 3 ഏരിയാസ് നിങ്ങൾ എന്തായാലും പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്ക്ട് ഫോർമാറ്റുകളെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഉണ്ടാവുക. നമുക്ക് 3 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. ഒന്ന് ലോങ് എസ്സേസ് ആണ്, അതായത് 450 മുതൽ 500 വേർഡ്സിന്റെ ഉള്ളിൽ എഴുതാൻ പറ്റുന്ന ലോങ് എസ്സേസ് ആണ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 100 മുതൽ 250 വേർഡ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കില്ല, ബട്ട് അങ്ങനെ ഒരു ഏരിയാസ് നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റിന്റെ ഡിസ്റ്റിങ്ഷൻ ചെയ്യുന്ന ഏരിയ ആണ്. അതൊരു 3 മാർക്കിനൊക്കെയാണ് യൂഷ്വലി ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. അതായത് ഡെഫിനിഷൻസും കാര്യങ്ങളും ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ബ്രീഫ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് തന്നെയായിരിക്കും. യൂഷ്വലി ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തോട്ടേക്ക് അതെന്താണെന്ന് നിങ്ങൾ അവിടെ ആ ഒരു ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ ലിസ്റ്റ് ആൻഡ് എന്യൂമറേറ്റ് എക്സ്പ്ലെയിൻ ഉള്ള ഒരു ഏരിയാസ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ടാവും. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് യൂഷ്വലി ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അല്ലെങ്കിൽ നമ്മുടെ MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂഷ്വലി ഇതുവരെ നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഒരു കംപ്ലീറ്റ്
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും PYQ ഒക്കെ നിങ്ങൾക്ക് MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറില്ല. ഷോർട്ട് ആൻസേഴ്സ്, ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, SC ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നല്ല കോമൺ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഫോർമാറ്റിന്റെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 20 മാർക്ക് വരെയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 400 മുതൽ 500 വേർഡ്സിന്റെ ഉള്ളിൽ വരെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ അതുപോലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് 3 to 5 മാർക്സ് ആണ്. 100 to 150 വേർഡ്സ് ആണ്. ഇനി കേസ് ബേസ് സിനാറിയോ അല്ലെങ്കിൽ സിനാറിയോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഒരു 6 to 10 മാർക്സ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതൊരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ഉണ്ടാവുക. അതൊരു 200 to 300 വേർഡ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. പിന്നെ ഉള്ളത് ഡെഫിനിഷൻ കോൺസെപ്റ്റ് ആണ്. 3 to 5 മാർക്സ് വരെ 50 to 120 വേർഡ്സ് വരെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഒരു 3 to 5 മാർക്സ് നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ലോങ് എസ്സേ ആണ് ഏറ്റവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് എസ്സേസ് തന്നെയാണ്. അതിൽ ഫസ്റ്റ് ലോങ് എസ്സേസ് നോക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് നേച്ചർ, അതിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു എസ്സേസ് കൊടുക്കുന്നത്, അതിന്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടോപ്പിക് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ഒരു അനാലിസിസ്, അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആൻഡ് ഓൾസോ അതിന്റെ ഒരു കോർ കോൺസെപ്റ്റിന്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും മോഡൽസ്, തിയറീസ്, ഡിബേറ്റ്സുകൾ, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അതിന് 10 to 20 മാർക്ക് ആയിരിക്കും ക്വസ്റ്റ്യൻസിന് ഉണ്ടാവുക. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 to 20 മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലെങ്ത് എന്ന് പറയുമ്പോൾ 400 മുതൽ 500 വേർഡ്സ് ആണ് നമ്മൾ ഫുൾ സ്ട്രക്ചർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആൻസർ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബോഡി ആൻഡ് ഓൾസോ ഒരു കൺക്ലൂഷൻ ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് സബ് ഹെഡിങ്സോ അല്ലെങ്കിൽ സൈഡ് ഹെഡിങ്സോ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പാരഗ്രാഫ് തിരിച്ച് ടോപ്പിക്സുകൾ ആ ഒരു രീതിയിൽ എഴുതുക. നമ്മൾ വലിച്ചു വാരി എഴുതാതെ ഒരു അടുക്കും ചിട്ടയിലൂടെ ഒരു ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ആൻഡ് ഓൾസോ ഒരു എക്സാമ്പിൾസും ഒരു മൾട്ടി പാർട്ട് കവറേജ് എന്നുള്ള രീതിയിലും കൂടെ ആൻസർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഷോർട്ട് നോട്ട് ആൻസേഴ്സിൽ വരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ കൺസൈസ് ആയിരിക്കും. നമ്മളുടെ ലോങ് എസ്സേസ് പോലെയല്ല, കുറച്ചുകൂടെ കൺസൈസ് ആയിട്ട് കുറച്ചുകൂടെ ബ്രീഫ് ചെയ്തിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ആൻഡ് ഓൾസോ അതിൽ കോർ കോൺസെപ്റ്റുകളും അതിലുള്ള റിസർച്ചേഴ്സിന്റെ കാര്യങ്ങൾ, അതിലുള്ള തിയറീസ്, ഫിനോമിന എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. യൂഷ്വലി 3 to 5 ആണ് ആ ഒരു ഒറ്റ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 to 150 വേർഡ്സ് ആണ്. നമ്മൾ ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ആയിരിക്കണം, ഓൺ ടു ദ പോയിന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഡയറക്റ്റ്ലി നമ്മൾ നേരെ എന്താണോ കാര്യം അതുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൽ ശ്രമിക്കണം. കാരണം നമ്മൾ ഒരുപാട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്കൊന്നും കിട്ടില്ല. നമ്മൾ 3 to 5 മാർക്ക് സെക്യൂർ ചെയ്യേണ്ട രീതിയിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ആൻഡ് ഓൾസോ ഡെഫിനിഷൻസും കാര്യങ്ങളും അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ മാക്സിമം നോക്കുക. ഇനി നമ്മൾ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ സിനാറിയോ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഒരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിലായിരിക്കും. അതായത് തിയറീസിന്റെ നമ്മൾ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോണ്ടെക്സ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബിഹേവിയർ അനാലിസിസ്, ആട്രിബ്യൂഷൻ തിയറിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതായിരിക്കും. അവിടെ 6 to 10 മാർക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ 200 to 300 വേർഡ്സ് നിങ്ങൾ എഴുതണം. കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഏതാണോ തിയറി അതിന്റെ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കണം നമ്മൾ എക്സാമ്പിൾസിലേക്ക് വരുന്ന സമയത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ചെറിയ ചെറിയ മാർക്കിനുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾ കറക്റ്റ് ഡെഫിനിഷൻ എന്താണോ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു വാക്ക്, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഏത് സ്ഥലത്താണ് പഠിച്ചത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എഴുതാതെ ആ ഒരു ടോപ്പിക് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പോലെ കൊടുക്കുക. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇത് എങ്ങനെയാണ് ബാക്കിയുള്ള അതിന്റെ റിലവന്റ് ടോപ്പിക്സുകളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫർ ചെയ്തിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യും. പക്ഷെ വാട്ട് ദേ എക്സ്പെക്ട് ഇസ് ലൈക്ക് നിങ്ങൾ ഒരു ഡയറക്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരിക്കും അവർ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനൊരു 3 മുതൽ 5 മാർക്ക് വരെ
നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 മുതൽ 120 വേർഡ്സ് വരെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രിസൈസ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ബ്രീഫ് പോയിന്റ്സ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് ആക്കി നിങ്ങൾക്ക് എഴുതാം, അതല്ലെങ്കിൽ ബ്രീഫ് പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ സിലബസ് ആൻഡ് ബ്ലോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2021, 22, 23, 24 കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഒരു ബ്ലോക്കിൽ 2020 22 മാർക്കും 21 20 മാർക്കും 22 21. അപ്പോൾ ടോട്ടലി നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു ടോട്ടൽ ഷെയർ ബ്ലോക്ക് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ആണ്. ഇനി ബ്ലോക്ക് 2 ഒരു ടോട്ടൽ ആവറേജ് നിങ്ങൾക്ക് കാണാം. ഓരോ വർഷത്തിന്റെയും ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ടോട്ടലി ഒരു ആവറേജ് എടുത്ത് നോക്കുവാണെങ്കിൽ അതൊരു 19% ആണ് ബ്ലോക്ക് 2 ഒരു എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക 32% ആണ് നമ്മുടെ ബ്ലോക്ക് 3 ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഒരു ആവറേജ് എടുക്കുന്ന സമയത്ത് അതിൽ 32% വരുന്നത് ബ്ലോക്ക് 3 തന്നെയാണ്. അത്രയും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് തന്നെയാണ് ബ്ലോക്ക് 3, അതായത് ആറ്റിറ്റ്യൂഡ്, സ്റ്റീരിയോടൈപ്സ് ആൻഡ് പ്രെജുഡീസ് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക്. ആൻഡ് ബ്ലോക്ക് 4 വരുവാണെങ്കിൽ നമുക്ക് ആവറേജ് മാർക്ക് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ ഷെയർ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 ആണ്. അത്രയും പിറകിലല്ല. നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3 ആൻഡ് ലേറ്റർ ഓൺ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയിട്ടുള്ള ബ്ലോക്ക് 4 ആൻഡ് ദെൻ നമ്മൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി ആൻഡ് ലെസ് പ്രയോറിറ്റി ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിന് വരുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിഷ്വലൈസേഷൻ, അതായത് നമ്മളുടെ എസ്സേ ചോദിച്ചത് ആ ഒരു പെർസെൻറ്റേജ് വെയിറ്റേജ് ഉള്ള പേപ്പറിന്റെ ഒക്കെ ഉള്ളൊരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കോൺസെപ്റ്റിന്റെയും എസ്സേസിന്റെയും കേസ് ബേസ്ഡ് ഡെഫിനിഷന്റെയും ഒക്കെ ഒരു വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റീസെന്റ് ടൈംസിൽ നല്ല രീതിയിൽ റൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് 2020 അത് ഒരു 15% ആണെങ്കിൽ 2024 അതൊരു 22% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രാക്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് പോകേണ്ടത്. ആൻഡ് ലോങ് എസ്സേസ് നോക്കുവാണെങ്കിൽ അവിടെ നല്ല ഡോമിനേഷൻ ലോങ് എസ്സേസിനുണ്ട്. അതായത് നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ലോങ് എസ്സേസ്. നല്ലൊരു ഡോമിനേഷൻ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേസിന് തന്നെയാണുള്ളത്. ലോങ് എസ്സേസിന് അത് യൂഷ്വലി മാർജിനലി ഡിക്ലൈൻഡ് ആണ്, റീപ്ലേസ്ഡ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതായത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അതിനൊരു നല്ലൊരു ഡോമിനേഷൻ പവർ നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡെഫിനിഷനും കോൺസെപ്റ്റും ആണ്. അതായത് കുറച്ച് സ്ലൈറ്റ്ലി ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ റീസെന്റ് ടൈംസിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗ്രേറ്റർ വെയിറ്റ് ഓൺ ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് നോളജിലാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അതായത് കൂടുതലായിട്ടും നിങ്ങൾക്ക് നോളജ് അപ്ലൈ ചെയ്യാനും നിങ്ങളുടെ പഠിച്ച തിയറീസും കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്തിട്ട് ആ ഒരു ഡെഫിനിഷൻസിന്റെയും കോൺസെപ്റ്റിന്റെയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മാർക്കിനാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 50 മാർക്കിനുള്ള സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 50 മാർക്കിലുള്ള ആ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 2 മണിക്കൂറാണ് ഉണ്ടാവുക. അത് സ്ട്രാറ്റജിക്കലി നിങ്ങൾ കൊടുക്കണം. നല്ല രീതിയിൽ എസ്സേസിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കോർ കോൺസെപ്റ്റിനും നമ്മുടെ ലോങ് എസ്സേസിനും ഒക്കെ ഉള്ള ഒരു സമയത്തിന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട്
നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് സ്വന്തമായിട്ടുള്ള രീതിയിൽ മാറ്റാനൊക്കെ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. പക്ഷെ നമുക്ക് ലോങ് എസ്സേസ് അറിയുന്ന എസ്സേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് നേരം ലോങ് എസ്സേസിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സാംസിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാർക്കിനനുസരിച്ച് എഴുതുക. അതുപോലെ തന്നെ മാർക്കിനുള്ള പോയിന്റ്സ് എഴുതുക. ആ പോയിന്റ്സ് എഴുതുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാനും അത് മാക്സിമൈസ് ചെയ്തിട്ട് അതിന്റെ കോർ ഏരിയാസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് സ്പോട്ട്ലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെഫിനിഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ കൺസൈസ് ആയിട്ട് എന്താണോ ചോദിച്ചത് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പിന്നെയുള്ളത് റിപ്പീറ്റഡ് അനാലിസിസ് ആണ്. അതായത് നമ്മളുടെ ഓരോ ബ്ലോക്കുകളെയും യൂണിറ്റുകളെയും തരം തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമ്മൾ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതേ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റീരിയോടൈപ്സ് ആണ്. ഇതിൽ എക്സ്പ്ലെയിൻ ദർ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ചോദിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യമാണ് വന്നത്. പിന്നെ 6 പ്രാവശ്യം വന്നത് ഡിസ്കസ് ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് അഗ്രഷൻ ആണ്. പിന്നെ ഉള്ളത് എക്സ്പ്ലെയിൻ ആട്രിബ്യൂഷൻ തിയറി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. ഇത് നമുക്കൊരു ആപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 പ്രാവശ്യം ഈ ഒരു സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ 6 പ്രാവശ്യം ചോദിച്ച മറ്റൊരു ഏരിയ ആണ് ഡിസ്ക്രൈബ് ആൻഡ് ഡിഫൈൻ കൺഫോമിറ്റി ആൻഡ് ഓൾസോ ദ ഫാക്ടേഴ്സ് ഫൗണ്ട് ടു ഇൻക്രീസ് കൺഫോമിറ്റി. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 6 മാർക്കിനാണ് 6 പ്രാവശ്യമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിൽ നമ്മൾ ഒരു 2025 ഇരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പ്രെജുഡൈസ്. അതിൽ ഡിസ്ക്രൈബ് ചെയ്യാം പ്രെജുഡൈസിൻ്റെയും ഡിസ്ക്രിമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മെത്തേഡ്സും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. 5 പ്രാവശ്യം നിങ്ങൾക്ക് അത് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, മോഡേൺ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് എമോവ് ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻസും 5 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ, അതിന്റെ റിലേഷൻ വിത്ത് ബിലീഫും കാര്യങ്ങളും 5 പ്രാവശ്യമായിട്ട് ചോദിച്ചതുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് 4ാമത്തെ ബ്ലോക്കിൽ വരുന്ന സമയത്ത് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ 5 പ്രാവശ്യമായിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ഓഫ് നമ്മുടെ ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സും 4 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുവാണെങ്കിൽ നമ്മുടെ 4 പ്രാവശ്യം തന്നെ ചോദിച്ചതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജിക്കൽ റിസർച്ചിൽ. അതായത് സൈക്കോളജിക്കൽ റിസർച്ചിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ സോഷ്യൽ സൈക്കോളജിന്റെ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് 4 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആവറേജ് മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നതും നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലോക്ക് 3 യൂണിറ്റ് 1 സ്റ്റീരിയോടൈപ്പ് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്മെന്റിൽ തന്നെയാണ്. അതും 10 മാർക്കിന് എസ്സേയിലായിട്ട് ചോദിച്ചതായിട്ട് കണ്ടത്. പിന്നെ ഉള്ളത് 10 മാർക്കിന് തന്നെ സെയിം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് അഗ്രഷൻ ആൻഡ് അഗ്രഷന്റെ നേച്ചറും കോസസും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് 6 പ്രാവശ്യമാണ് ചോദിച്ചത്. ആട്രിബ്യൂഷൻ തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷനും അതുപോലെ തന്നെ കൺഫോമിറ്റി, കോൺസെപ്റ്റ് ആൻഡ് ഫാക്ടേഴ്സും ആവറേജ് മാർക്സ് 8 തന്നെയാണ്. നമ്മൾ ആ ഒരു ഏരിയാസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ പ്രെജുഡൈസ് ഡെവലപ്മെന്റ് ആൻഡ് റിഡക്ഷൻ മെത്തേഡ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിലുള്ള ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആ ഒരു ടോപ്പിക്കും 10 പ്രാവശ്യമായിട്ട് 10 മാർക്കിന് യൂഷ്വലി വരുന്ന ഒരു ഏരിയാസ് തന്നെയാണ്. അതായത് ലോങ് എസ്സേ കൈൻഡ് ഓഫ് ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത്രയും പോയിന്റ്സ് നിങ്ങൾ ആ ഒരു ഏരിയാസിന് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളത് ആറ്റിറ്റ്യൂഡ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ബിലീഫ് ആണ് ബ്ലോക്ക് 3 യൂണിറ്റ് 1 അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലാസ്റ്റ് ബ്ലോക്കിലുള്ളത്. അതും രണ്ടും 8 മാർക്കിനും ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സ് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് 6 മാർക്കിനും എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആ ഒരു ഏരിയ 8 മാർക്കിനും യൂഷ്വലി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്രയും ഏരിയാസിന് നിങ്ങൾ ആ ഒരു മാർക്കിനനുസരിച്ചുള്ള പോയിന്റ്സ് കൂടുതലും പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് നമുക്കൊരു അഡ്വൈസ് പാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഔട്ട്ലൈനിങ് എന്നുള്ളത് ആദ്യത്തെ ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ അങ്ങനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അതിനുശേഷമുള്ള ഒരു 12 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ ഒരു ഫുൾ
റെസ്പോൺസ് നിങ്ങളത് കഴിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ആ ഒരു ലോങ് എസ്സേസിൻ്റെ എല്ലാം രീതിയിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈ ടോപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏരിയാസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു പ്രാക്ടീസ് കിട്ടിയാലാണ് ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം യൂണിവേഴ്സിറ്റിയിൽ കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്, പ്രത്യേകിച്ച് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി പോലുള്ള ടോപ്പിക്കുകൾ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു എക്സാം പേപ്പറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ആൻസറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ടോപ്പിക് ലോങ് എസ്സേ ആണെങ്കിലും ഷോർട്ട് എസ്സേ ആണെങ്കിലും അതല്ല ഒരു ഡെഫിനിഷനിൽ ചോദിക്കുന്ന ആ ഒരു ഭയങ്കര കൺസൈസ് ആയിട്ടുള്ള 3 മാർക്കിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കീ തിയറി അല്ലെങ്കിൽ കീ എലമെന്റ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അതിലൊരു എക്സാമ്പിൾസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആൻഡ് ഓൾസോ എൻഡിലോട്ടേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കമൻറ്റും കൂടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെ ഒരു പൈ ചാർട്ടാണ്, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാണ്. അപ്പോൾ കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെയും ചോദിച്ചതായിട്ട് കണ്ടിരിക്കുന്നത്. നമ്മളുടെ ഒരു സോഷ്യൽ സൈക്കോളജിൻ്റെ തന്നെ ഒരു പ്രത്യേകത തന്നെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടോപ്പിക്സുകൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഹൈ ഏരിയാസ് പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് 1 തന്നെയുള്ള അട്രിബ്യൂഷൻ തിയറി ഡെഫിനിഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ 7 റീസെന്റ് പേപ്പേഴ്സിൽ ചോദിച്ച ഏരിയാസ് തന്നെയാണ്. പിന്നെ ഉള്ളത് എക്സ്പെരിമെന്റൽ കോസി എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്, അതൊരു മീഡിയം ആണ്. റീസെന്റ് ഒരു 5 പ്രാവശ്യമാണ് 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് കൺഫോമിറ്റി ഫാക്ടേഴ്സ് എക്സ്പെരിമെന്റൽ ആപ്ലിക്കേഷൻ ആണ്. അതൊരു ഹൈ ചാൻസ് ഏരിയ തന്നെയാണ്. അത് ഒരു 7 to 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റെക്കറന്റ് ആയിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് ബിഹേവിയേഴ്സ് ഫാക്ടേഴ്സ് ചോദിക്കുന്ന ആ ഒരു ഏരിയാസ് മീഡിയം അപ്പിയറൻസ് തന്നെയാണ്. പക്ഷേ ഒരു ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതിൻ്റെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കണ്ടതായിട്ടുണ്ട്. പിന്നെ അഗ്രഷൻ നേച്ചർ ആൻഡ് കോസ് ആണ്. അതൊരു 6 times അപ്പിയറൻസ് ആണ് നമ്മളുടെ ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുക. പിന്നെ നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയ 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന ടൈമിൽ അതിൽ 8 എണ്ണത്തിൽ ഈ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആറ്റിറ്റ്യൂഡ് ഫാക്ടേഴ്സ്, അതിൻ്റെ ചേഞ്ച് കാര്യങ്ങൾ മീഡിയം 6 പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. പ്രിജുഡിയസ് ഡെവലപ്മെന്റ് റിഡക്ഷൻ മെത്തേഡ്സ് റിപ്പീറ്റഡ് ഇൻ 7 സെഷൻസ് ആണ്. പിന്നെ ഗ്രൂപ്പ് ടൈപ്സ് റൂൾസ് ഫോർമേഷൻസ് ഒക്കെ 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2022 ശേഷം കണ്ടിട്ടുണ്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സ് കമ്മ്യൂണിക്കേഷൻ കോൺഷ്യൻസ് കാര്യങ്ങളൊക്കെ 5 അപ്പിയറൻസ് ആണ് നമ്മുടെ റീസെന്റ് ഇയേഴ്സിൽ കണ്ടതായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പോൾ ഇതിന്റെ ഒരു ടോട്ടൽ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ സൈറ്റ് ഡെവലപ്മെന്റ് 7 of last 10 പേപ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്രത്തോളമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആട്രിബ്യൂഷൻ തിയറി 7 റീസെന്റ് പേപ്പേഴ്സിൽ, സ്റ്റീരിയോ ടൈപ്സ് 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് കണ്ടത്. ഈ കൺഫോമിറ്റി 7ലും, പ്രെജുഡൈസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു റെഗുലർ ആയിട്ട് വരുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഒരു മീഡിയം ഒരു ടോപ്പിക്സ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ആ ഒരു മീഡിയം ലെവൽ ഓഫ് ടോപ്പിക്സുകൾ കൺസിസ്റ്റന്റ് അല്ല, പക്ഷെ സ്റ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റീസെന്റ് ടൈംസിൽ കാണുന്ന ഒരു ഏരിയാസ് തന്നെയാണ്.
ഇനി പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റഡി ടൈം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഹൈ പ്രയോറിറ്റി, അതായത് 70% എബവ് ചാൻസസ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 3 യൂണിറ്റ് 1 സ്റ്റീരിയോ ടൈപ്സ് തന്നെയാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി, പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 അട്രിബ്യൂഷൻ തിയറി, പിന്നെ കൺഫോമിറ്റി ബ്ലോക്ക് 2 യൂണിറ്റ് 1 പിന്നെ പ്രെജുഡൈസ് ബ്ലോക്ക് 3 യൂണിറ്റ് 3 ആ ഒരു ഏരിയാസ് ആണ്. ഇത് നമ്മൾ ഇത്രയും ഏരിയാസ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇത്രയും ഏരിയാസിന് ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനോ വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു ടോപ്പിക്സിനെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടേബിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ബൗണ്ടിൽ എഴുതേണ്ട പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൺസൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ മീഡിയം പ്രയോറിറ്റി ഏരിയാസ് നോക്കുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഫാക്ടേഴ്സ് സ്റ്റേജ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഗ്രൂപ്പ് ടൈപ്സ് ആൻഡ് റൂൾസ് ബ്ലോക്ക് 4 യൂണിറ്റ് 1 aggression block 2 unit 4 helping behaviors block 2 unit 2 group dynamics block 4 unit 2 ഇതൊക്കെ ഏരിയാസ് മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് ആണ്. ഇവിടെ നിങ്ങൾ ഒരു ഷോർട്ട് ആൻസർ കൈൻഡ് ഓഫ് അപ്രോച്ചിൽ നിങ്ങൾ ഇത്രയും ഏരിയാസിന് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത് കൂടുതലും ഫ്ലാഷ് കാർഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ക്വിസ് എന്നുള്ള രീതിയിൽ മിനി ആൻസർ കൈൻഡ് ഓഫ് രീതിയിലുള്ള പോയിന്റ്സുകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ലോ പ്രയോറിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും കുറച്ചുകൂടെ സ്ലിമ്മർ അല്ലെങ്കിൽ ജസ്റ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിവിടെ നമുക്ക് കൊടുത്തിട്ടില്ല, കാരണം ബിക്കോസ് എല്ലാ ഏരിയാസും എല്ലാ ക്വസ്റ്റ്യനുകളും എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണുന്നത്. അതായത് ഹൈ ചാൻസ് മീഡിയം ചാൻസ് തന്നെയാണ് എല്ലാ ടോപ്പിക്സിനും ഉള്ളത്. പിന്നെ വിഷ്വൽ ഇൻഡിക്കേഷൻ ഓഫ് സ്ട്രിപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയാസിന്റെ ഒരു സ്ട്രിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് ഏരിയാസിനെ പറ്റിയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്കറിയാം നമ്മുടെ ഒരു 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 50 മാർക്കിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ സെക്ഷനിലും നമ്മൾ ആൻസർ എഴുതണം. അപ്പോൾ ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിട്ടത്. അപ്പോൾ ഇതിന് മാക്സിമം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ആൻസർ നമ്മുടെ ആപ്പിലുള്ള ആൻസർ കീയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പോയിന്റ്സുകൾ ഞാൻ ഇനി എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആൻസർ കീ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഈ സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് സെക്ഷനിലോട്ടേക്ക് പോവുകയാണെങ്കിൽ 450 വേർഡ്സിലുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലോങ് എസ്സേ ആണ് നമുക്ക് സെക്ഷൻ എയിൽ ചോദിച്ചത്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ അവർ പറയുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രിട്ടിക്കലി ഡിസ്കസ് ഹൗ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആസ് എ ഡിസിപ്ലിൻ ഇൻ ഇന്ത്യ ഹാസ് ബോത്ത് mirrored and diverged from historical trajectory in Western countries. Use at least 2 Indian research milestones in your answers. അതായത് ഇവർ നമ്മളുടെ ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു കേസ് ഫോർമാറ്റ് എന്നുള്ള രീതിയിലുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും നമ്മൾ അതിൽ കൊടുക്കേണ്ടത് നമ്മളുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ബ്ലോക്ക് 1 യൂണിറ്റ് 1 കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ഒരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ 2ലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റീരിയോ ടൈപ്സിന്റെ ഒരു പ്രിവലൻസ് നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 1 പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കൂടുതലും സോഷ്യൽ നെറ്റ്വർക്സിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ സോഷ്യൽ നെറ്റ്വർക്സുകൾ, ഇവിടെ നമ്മൾ കൂടുതലും സ്റ്റീരിയോ ടൈപ്സിന്റെ ആ ഒരു ഫോർമാറ്റ്സ്, ഫീച്ചേഴ്സ്, ഒറിജിൻ, ഓൺലൈൻ ബിഹേവിയേഴ്സ്, ഗ്രൂപ്പ് ബിഹേവിയേഴ്സ് ഒക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ 3, അതായത് നമ്മുടെ മെജോറിറ്റി വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 3 എക്സ്പെരിമെന്റൽ സ്റ്റഡീനെ എക്സാമിൻ ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് പ്രൈസ് ഫോർ ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സ് ആണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രോ സോഷ്യൽ ആക്ട് എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. അപ്പൊ അവിടെ നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടുതലും 70% പ്രൈസ് കിട്ടിയ ഒരു കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു അനാലിസിസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇവിടെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ 4 നോക്കുകയാണെങ്കിൽ ഒരു 25 ഇയർ ഓൾഡ് കൺസിസ്റ്റന്റ്ലി അട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജോബ് ഫെയിലിയർ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബാഡ് ലക്ക് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഫ്രണ്ട് പറയുവാണെങ്കിൽ ജസ്റ്റ് വർക്ക്
ഡോണ്ട് ഹാർഡ് ഇനഫ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇനി പോകുന്നത് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടേക്കാണ്. നമ്മുടെ MPC 004 അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ നമ്മളുടെ ജൂണിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഒരു അണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂറാണ് നമുക്ക് എക്സാം, 50 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. അതിൽ ഓൾ സെക്ഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. കാരണം നമുക്ക് 3 സെക്ഷനിലായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂഷ്വലി കാണാറുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആൻസർ എനി ടു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുക. ലോങ് എസ്സേസ് 450 വേർഡ്സിലാണ്. ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക് ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ച് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻ 2 വരുവാണെങ്കിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 1 സ്റ്റീരിയോ ടൈപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. നിങ്ങൾ ആ ഒരു ടൈം ബൗണ്ടിൽ നിങ്ങൾക്ക് 450 വേർഡ്സിൽ 10 മാർക്കിന് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലും അവർ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അത് ഹെൽപ്പിംഗ് ബിഹേവിയേഴ്സ് ഒക്കെ ചോദിച്ച ഒരു പ്രോ സോഷ്യൽ ആക്ട് ഒക്കെ നമ്മളുടെ 2ാമത്തെ ബ്ലോക്കിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ബ്ലോക്കിലുള്ള ഈ ഒരു ഏരിയാസിനെ വെച്ചിട്ട് ആണ് നിങ്ങൾ ഈ ഒരു ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. പിന്നെ നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നമ്മളുടെ 1ാമത്തെ ബ്ലോക്കിലുള്ള യൂണിറ്റ് 2 വരുന്ന അട്രിബ്യൂഷൻ തിയറിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആ ഒരു സിനാരിയോ നിങ്ങൾക്ക് ഇവിടെ ഒരു സിനാരിയോ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു സിനാരിയോയില് അട്രിബ്യൂഷൻ തിയറിയിലുള്ള ഒരു എറേഴ്സും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയണം. അട്രിബ്യൂഷൻ തിയറിന്റെ അതിന്റെ മേലുള്ള ഇമ്പാക്റ്റുകളും അതുണ്ടാക്കുന്ന ബയാസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4 എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആപ്പിൽ ഇതിന്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ സെക്ഷൻ ബിയിൽ നോക്കുവാണെങ്കിൽ ഇനി 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. 250 വേർഡ്സിലാണുള്ളത്. ടോട്ടലി 24 മാർക്സ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. നേരത്തെ 20 മാർക്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അതിൽ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 6 മാർക്കാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത് ടോട്ടലി നോക്കുവാണെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 വന്ന ഒരു പ്രിജുഡൈസ് റിഡക്ഷൻ മെത്തേഡ്സിലുള്ള ഒരു റിയൽ ലൈഫ് കേസ് സ്റ്റഡി എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഉള്ള അഗ്രഷൻ കൈൻഡ് ഓഫ് രീതിയിൽ നമ്മുടെ ബ്ലോക്ക് 4 വരുന്ന ആ ഒരു ഏരിയാസിനെ പറ്റിയിട്ട് ഉള്ള ഒരു ഡിസ്കഷൻ തന്നെയാണ്. അതായത് ഒരു 2 തിയറീസ് എഗ്രഷന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6. അതിനും നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കമ്പയർ ചെയ്ത് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുവാണെങ്കിൽ യൂണിറ്റ് 2 യൂണിറ്റ് 1 ബ്ലോക്ക് 2 കൺഫോമിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ 4 ഫാക്ടേഴ്സ് കൺഫോമിറ്റി ഇൻക്രീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഈച്ച് ഫാക്ടേഴ്സിന് ഒറിജിനൽ ഗ്രൂപ്പ് സിനാറിയോ വെച്ചിട്ട് അതിന് എക്സാമ്പിൾസ് കൊടുക്കണം. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിളിൽ ഗ്രൂപ്പ് ടൈപ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഫോർമൽ, ഇൻഫോർമൽ, റെഫറൻസ് കാര്യങ്ങൾ, അതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സമ്മറൈസ് ഹൗ റൂൾസ് ആൻഡ് കോഷൻ ഡിഫേഴ്സ് എമംഗ് ദീസ് ഗ്രൂപ്പ്സ്. അതായത് അതിൽ കോൺട്രാസ്റ്റിംഗ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് 4 ഗ്രൂപ്പ് ടൈപ്സിന്റെ റൂൾസിനെ പറ്റി പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 4 യൂണിറ്റ് 2 ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലുള്ള ഗ്രൂപ്പ് കോഷ്യന്റെ കാര്യങ്ങളും റെഫറൻസും കമ്മ്യൂണിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കുവാണെങ്കിൽ ക്രൗഡ് സൈക്കോളജി ബ്ലോക്ക് 4 വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിലെ തിയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ആ ഒരു ആൻസർ ചെയ്യാം. ആൻഡ് 11th ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 മേജർ കോസസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സും അതിന്റെ ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ് 2 ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ സഹിതം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 12ാമത്തതിൽ നമുക്ക് യൂണിറ്റ് 4 വരുന്ന ഓപ്പറേഷണൽ കോമ്പറ്റീഷൻ എന്നുള്ള ആ ഒരു ഏരിയ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്സും കാര്യങ്ങളും സോഷ്യൽ ഇന്ററാക്ഷൻ തിയറീസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു 12th ക്വസ്റ്റ്യനും ഒരു ഷോർട്ട് എസ്സേ എന്നുള്ള രീതിയിൽ എഴുതണം. ഈ സെക്ഷൻ സിയിൽ വരുവാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് എസ്സേ അല്ലെങ്കിൽ നമ്മുടെ 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതണം. ഓർ ക്വസ്റ്റ്യൻ അല്ല, ഇത് കമ്പൽസറി ആണ് 3. അതിൽ സെൽഫ് പെർസെപ്ഷൻ തിയറി എന്താണ് ആ ഒരു തിയറി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ആൻഡ് ഓൾസോ ആ ഒരു തിയറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം.
പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എംപതി ആൻഡ് ആൾട്രേസം ഹൈപ്പോത്തസിസ് ആണ്. അത് നമ്മുടെ സോഷ്യൽ ബിഹേവിയർ എന്നുള്ള ആ ഒരു യൂണിറ്റ് 2 വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ കോഗ്നിറ്റീവ് അൾജിബ്ര അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കോഗ്നിറ്റീവ് അൾജിബ്രനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോഷ്യൽ കോഗ്നിഷൻ എന്നുള്ള ആ ഒരു യൂണിറ്റിൽ ബ്ലോക്ക് 1 നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സാം ഒരു സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്പിൽ പോയി ആ ഒരു ആൻസർ കീ നോക്കി നിങ്ങൾക്ക് എവിടെയാണ് കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പോയിന്റ്സ് അറിയില്ല, അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇതിന് ആൻസർ ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പിലുള്ള ആൻസർ കീയിൽ പോയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് അതും വെച്ചിട്ട് കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയുടെ എക്സാംസ് എഴുതുക. പറഞ്ഞ ഓരോ രീതിയിലുള്ള ഓരോ ടോപ്പിക്സുകളും കവർ ചെയ്ത് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാംസ് എഴുതുക. ടൈം മാനേജ്മെന്റ് മസ്റ്റ് ആണ്. 50 മാർക്കിന് എഴുതുന്ന സമയത്ത് ആ ഒരു ടൈം ബൗണ്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. നല്ല രീതിയിൽ എക്സാം വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.